യഥാർത്ഥത്തിൽ മുൻകരുതലെടുക്കാൻ തയ്യാറായിട്ടില്ല. മിസ്മാനേജ്മെൻറ്റ് വന്നു. ജൂലൈ 15 കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെൻറ് തന്നെ 9 രൂപ 2 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി നൽകിയപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി പറയുന്നത് 10 രൂപയിലധികം പോലും യൂണിറ്റിന് വൈദ്യുതി കിട്ടാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണിയാശാനെ പല നിലയിലും പരിഹസിച്ചവരാണ് UDF പല നേതാക്കന്മാരും. 2017 ഇതുപോലെ ഒരു ക്രൈസിസ് വന്ന ഘട്ടത്തിൽ മണിയാശാൻ്റെ ഇടപെടൽ, ഒരു വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ ഇടപെടൽ നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു, ഗുജറാത്തുമായി ചർച്ച ചെയ്തു, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഈ ഗവൺമെൻറ് 2021 ഗവൺമെൻറ് 10 സംസ്ഥാനങ്ങളിലേക്ക് ആളെ വിട്ടു. അങ്ങനെയാണ് ചർച്ച ചെയ്ത് വിഷയം പരിഹരിച്ചത്. 10 കൊല്ലം മികച്ച മാനേജ്മെൻറ്റായി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് വൈദ്യുതി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും നേരമില്ല. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് നേരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അദ്ദേഹം ഇങ്ങനെ വാചക കസരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പുറത്ത് വൈദ്യുതി മന്ത്രിയാണെങ്കിൽ KPCC പ്രസിഡന്റിൻ്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അവധി കൊടുക്കുന്ന കാര്യത്തിൽ അർജന്റീന ഫാൻ എന്നുള്ള രീതിയിൽ ഒരു ആശങ്ക. അല്ല, അത് അർജന്റീന ജയിക്കുമോ, ഒരു സംശയമൊന്നുമില്ല. അർജന്റീന കുട്ടികൾക്ക് അവധി കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് ആവശ്യപ്പെടും. കാരണം പുലർച്ചെ കളി കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകണം. അല്ല, അവധി കൊടുക്കണം എന്നുള്ള തന്നെയാണ് പൊതുവെ അഭിപ്രായമുള്ളത്. അതെ, അവധി കൊടുക്കുന്നതാണ് നല്ലത്. അത് അല്ല, അത് ചർച്ച ചെയ്യട്ടെ, സർക്കാർ ചർച്ച ചെയ്യട്ടെ. അല്ല, അത് എല്ലാ നിലയിലും പ്രാധാന്യം കൊടുത്താണ്. മറ്റു കാര്യങ്ങൾ ഞാൻ പരിശോധിക്കുക എന്താണെന്നുള്ളത്. അല്ല, ഈ ഈഗോ ഒഴിവാക്കണം മന്ത്രിമാർ. ഇപ്പോൾ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെൻറ്റും മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് DYFI നൽകുന്ന പൊതിച്ചോറ്. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ച് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ല, അതൊരു ചർച്ച ചെയ്യാണല്ലോ. അതിന് പകരം ഇതാകെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എത്ര പേർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്, എത്ര പേർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് നല്ലൊരു പ്രവർത്തനമാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രദേശത്തെ വീടുകളിൽ നേരത്തെ പോയി പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇന്ന ദിവസം ഈ ആശുപത്രിയിൽ ചോറ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചോറുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ആ ചോറുണ്ടാക്കി പൊതിഞ്ഞ് തന്ന് അത് പോയി യുവജന വളണ്ടിയർമാർ കളക്ട് ചെയ്ത് ഒരു വാഹനത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വളരെ നല്ല നിലയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ലേ. അതിനങ്ങനെ കണ്ടാൽ പോരെ. അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുന്നത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടന നേതാക്കളുമായി ചർച്ച ചെയ്യണം. DYFIയോട് പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ അതിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വരാൻ പോകുന്നൊരു അപകടം, നിലവിൽ നല്ല നിലയിൽ പോകുന്നൊരു സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ ഭാവിയിൽ അത് അപകടം ചെയ്യും. കുറച്ച് നിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. മന്ത്രിമാർക്കിടയിൽ ഏകസ്വരമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്യുന്നത് LDFൽ ഇതിന് ഏകസ്വരം ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് CPM CPI തർക്കമുണ്ട് എന്ന രീതിയിലാണ് സർക്കാരും UDF ഒക്കെ ഇതിനെ പ്രതിരോധിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരായാലും മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നല്ല നിലയിൽ പരിഹരിച്ച് മുന്നോട്ട്. അതുപോലെയല്ലല്ലോ, ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തു, ഞങ്ങളുടെ ഭരണം വേണ്ട, UDF ഭരണം മതി എന്ന് ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ മന്ത്രിമാരിൽ ഐക്യമാണല്ലോ പ്രതീക്ഷിക്കുന്നല്ലേ. പ്രതിപക്ഷത്തിന് ഐക്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐക്യം മതി, നിങ്ങൾ തൽക്കാലം ഭരിച്ചോ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങളൊരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുകയാണ്. ആ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരേ അഭിപ്രായം വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പോലും വ്യത്യസ്ത അഭിപ്രായമാണ്. അപ്പോൾ ഒരു ഏകീകൃതമായ അഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ ഉത്തരവാദിത്വം ഉള്ള ഒരു സർക്കാരായി സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സുപ്രീം കോടതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത വിഷയത്തിന് നേരെ വിപരീതമായിട്ടുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രധാന റോൾ വഹിക്കുന്ന ഒരു ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തോടൊപ്പം കോൺഗ്രസ്
ശക്തമായ നിലപാടെടുത്തതിന് നേർവിപരീതമായ സമീപനമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്ന പ്രമേയത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് നിലപാട് സ്വീകരിച്ച UDF അതിന് നേരെ വ്യത്യസ്തമായ സമീപനമാണ് ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, BJP കേരളത്തിൽ ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കുക അതിന് സമാനമായി ഒരുപക്ഷെ BJP നേതാക്കന്മാർ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ BJP ഉയർത്തുന്ന രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് UDF ഗവൺമെൻറ് ശ്രമിക്കുന്നത്.